ശ്രീ മോഹൻ വർഗീസ, ഫർദോയിൽ കണ്ണുവെക്കുന്നുണ്ട് അമേരിക്ക എന്നതിൽ ഒരു തർക്കവുമില്ല. അത്തരം നീക്കങ്ങളുടെ ഭാഗമായി തന്നെയാണ് സൈനിക നടപടിക്ക് അമേരിക്ക തയ്യാറെടുക്കുന്നു. ഖമനേയി ആകട്ടെ ഈ അമേരിക്കയുടെ മുന്നറിയിപ്പിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് എന്നതിൽ തർക്കമില്ല. വൈറ്റ് ഹൗസിലെ സിറ്റുവേഷൻ റൂമിൽ ജനറൽമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ഒക്കെ ഉള്ളടക്കങ്ങൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് നേരിട്ട് തന്നെ ഇറാനുമായി സംഘർഷത്തിലേക്ക് എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടെയാണല്ലോ ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ റഷ്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പൊടുന്നനെയുള്ള മുന്നറിയിപ്പ്. അതാകട്ടെ പിന്മാറുക അല്ലെങ്കിൽ സൈനികമായ നടപടിക്ക് മുതിരാതിരിക്കുക, മുതിർന്നാൽ അതിശക്തമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് നൽകുന്നു. എന്തുകൊണ്ടാകാം റഷ്യ അത്തരത്തിലൊരു മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് ഈ സാഹചര്യത്തിൽ നൽകുന്നത്, അതും ഒരു സൈനിക നീക്കത്തിന് തയ്യാറെടുക്കുന്ന ഘട്ടത്തിൽ? ശ്രീ അഭിലാഷ്, ഇന്ന് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ റഷ്യയുടെ ഈ പ്രസ്താവന വന്നതിന് ശേഷം സ്ഥിതിഗതികൾ കുറച്ചുകൂടി സങ്കീർണമാവുകയാണ്. ലോകരാഷ്ട്രീയം കുറച്ചുകൂടി കലങ്ങി മറിയുകയാണ്. റഷ്യയുടെ ഈ പ്രസ്താവനയെ ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ ഈ നിരീക്ഷണത്തെ കാണുന്നത്, ഒരു ജിയോ പൊളിറ്റിക്കൽ ബാലൻസിംഗ് ആക്ട് എന്ന നിലയിലാണ്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഒരു സ്കീം ഓഫ് തിങ്സ് അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന പ്രതീതിയാണ് ഉണ്ടായത്. അതൊട്ടൊക്കെ ശരി തന്നെയാണ്. അതുകൊണ്ടാണ് ഫർദോ ആണവ നിലയം ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ അത് ഗൗരവത്തോടു കൂടി തന്നെയാണ്. കാരണം ദർ ഇസ് എ കൺവേർജൻസ് ഓഫ് അമേരിക്കൻ ആൻഡ് ഇസ്രായേലി ഇൻട്രസ്റ്റ്. അത് അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ മൗന അനുവാദവുമുണ്ട്. അവർ പരസ്യമായി ഇറാൻ അനുകൂലമായി സംസാരിക്കുമെങ്കിലും ഇസ്രായേലിനെ വിമർശിച്ചുകൊണ്ട് അറബ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് GCC രാജ്യങ്ങൾ സംസാരിച്ചു എങ്കിൽ പോലും അവരും ഇറാനിലെ ഒരു റെജീം ചേഞ്ച് ആഗ്രഹിക്കുന്നു എന്നത് നിസ്തർക്കമായ കാര്യമാണ്. എന്നാൽ ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതിന് ഒരു ചെറിയ ആശയക്കുഴപ്പമുണ്ട്. കാരണം ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഇറാൻ എന്ന രാജ്യം പൂർണ്ണമായി വൈദേശിക ശക്തികൾ ആക്രമിച്ച് കീഴടക്കിയിട്ടില്ല. അത് പ്രത്യേകിച്ച് ഇറാന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ്. വടക്ക് കാസ്പിയൻ കടലും തെക്ക് പേർഷ്യൻ ഉൾക്കടലും എല്ലാം ചേരുന്ന വിശാലമായ ഒരു ഭൂമിക. അപ്പൊ അവിടെ ഒരു കരയുദ്ധത്തിലൂടെ അല്ലാതെ ആ രാജ്യത്തെ പരാജയപ്പെടുത്താനാവില്ല. പിന്നെ സാധിക്കുന്ന ഏക കാര്യം അവരുടെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഡെന്റ് ചെയ്യുക വഴി ഒരു ആശയക്കുഴപ്പമുണ്ടാക്കുക, അവരുടെ കേപ്പബിലിറ്റിയെ ടേക്ക് ഔട്ട് ചെയ്യുക. രണ്ട്, ആഭ്യന്തരമായി കലാപമുണ്ടാക്കുന്ന ഒരു സാഹചര്യം എത്തിച്ചു നിർത്തുക. ഇവിടുത്തെ ഒരു സിവിൽ അൺറസ്റ്റ് വലിയ രീതിയിൽ മുതലെടുക്കാനുള്ള ഒരു നീക്കം നടത്തുക. അതോടൊപ്പം തന്നെ സൈന്യത്തിന്റെ ഡിവിഷൻസിൽ, റാങ്ക്സിൽ വിള്ളലുകൾ ഉണ്ടായി എങ്കിൽ ഒരു സൈനിക അട്ടിമറിയിലൂടെ ഭരണമാറ്റം. അങ്ങനെ വേരിയസ് ഓപ്ഷൻസ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മുമ്പിലുള്ള സമയത്താണ് നമുക്കൊരു പ്രതീതി കിട്ടുന്നത് ചൈനയും റഷ്യയും ഒന്നും അനങ്ങില്ല, ഇറാൻ പൂർണ്ണമായി ഒറ്റപ്പെട്ടിരിക്കുന്നു. ആ ഒരു പ്രതീതി ജനിച്ച ഇടത്താണ് റഷ്യയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പ്രസ്താവന വന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം അമേരിക്കയുടെ ലോങ് ടേം സ്ട്രാറ്റജി മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി റഷ്യക്കും ചൈനയ്ക്കുമുണ്ട്. ലോങ് ടേം സ്ട്രാറ്റജി, ഞാൻ വിശ്വസിക്കുന്നത് ഇറാനെ പൂർണ്ണമായി ഒരു ഡീമിലിറ്ററൈസ് ചെയ്ത് തൽക്കാലത്തേക്കെങ്കിലും ആണവ വിമുക്തമാക്കിയതിനു ശേഷം മോളിഫൈ ചെയ്ത് പൂർണ്ണമായും റെജീം ചേഞ്ച് സാധിച്ചതിന് ശേഷം ഇപ്പോൾ നിലവിൽ ചൈനീസ് വെപ്പൺസ് ആണ് പ്രധാനമായും ഇറാൻ ഉപയോഗിക്കുന്നത്. പാകിസ്ഥാനും ചൈനീസ് ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന് ഓർക്കുക. അപ്പൊ ചൈനയുടെ പാകിസ്ഥാൻ വിപണി അമേരിക്ക കിട്ടില്ല, ഇപ്പോൾ ഉടനെ എങ്ങും കിട്ടില്ല. പക്ഷെ ഇറാന്റെ വിപണി, ആയുധ വിപണി ദുർബലമായി കഴിഞ്ഞാൽ, ഇപ്പൊ ചൈനീസ് ആയുധങ്ങൾ റെജീം ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അമേരിക്കൻ ആയുധങ്ങളിലേക്ക്, ഷായുടെ കാലത്തേതുപോലെ F-60ലേക്കും F-35 സ്റ്റെൽത്ത് വിമാനങ്ങളിലേക്കും എല്ലാം തന്നെ ഇറാൻ നീങ്ങും. അത് മാത്രമല്ല വളരെ വലിയ തോതിൽ എണ്ണ ഖനനം സംഭവിക്കും. വലിയ രീതിയിലുള്ള ടെക്നോളജി ഇറാനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ഇറ്റ്സ് എ വിൻ വിൻ സിറ്റുവേഷൻ ഫോർ ബോത്ത് ഇറാൻ ആൻഡ് അമേരിക്ക. ഇതൊരു സ്കീം ഓഫ് തിങ്സ് ആണ്. ഇസ്രയേലിനെ ഉപയോഗിച്ചുകൊണ്ട് ആ പ്രദേശത്തെ രാജ്യങ്ങളെല്ലാം പേടിപ്പിച്ച് നിർത്തുകയും ചെയ്യാം. ആ ഒരു സ്കീം വിജയിച്ചു വന്നാൽ പിന്നീട് ചൈനയ്ക്കും റഷ്യയ്ക്കും ഒന്നും ലോക വ്യവസ്ഥിതിയിൽ വിലയില്ലാതാകും. അതുകൊണ്ട് ഇപ്പോൾ പ്രതികരിക്കേണ്ടതുണ്ട്. സൈനികമായി ഒരു നീക്കമൊന്നും അല്ല എങ്കിൽ പോലും ഇപ്പോൾ തുറന്നു സംസാരിക്കേണ്ടതുണ്ട് എന്ന റഷ്യയുടെ ഒരു ചിന്തയാണ് ഇങ്ങനെ ചില പ്രസ്താവനകൾ നടത്താൻ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി അമേരിക്കയുടെ ആക്രമണം, ഇടപെടലുകളും ഉണ്ടാകാം, പ്രതികരണങ്ങളും ഇനിയും ഉണ്ടാകാം എന്നുള്ളത് കൂടിയാണോ താങ്കൾ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും റഷ്യ ഇത് പ്രതികരണം, ഇവിടെ ഇപ്പോൾ നടക്കുന്നത് വാഗ്വിലാസം മാത്രമാണ്. പക്ഷേ അതുപോലും ഇല്ലാത്ത നാളുകളിൽ അമേരിക്കയുടെ ഒരു തേർവാഴ്ച
ആ ഒരു അനുഭവം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മളെല്ലാം ആ രീതിയിലാണ് ചർച്ച ചെയ്തത്. ഇറാൻ ആത്യന്തികമായി കീഴടങ്ങേണ്ടി വരും. ഇത് ഏകപക്ഷീയമായി നിൽക്കുകയാണ്. ഇറാൻ ഇപ്പോൾ നടത്തുന്ന ചില ആക്രമണങ്ങൾ, അത് മിസൈൽ ശേഖരം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇറാൻ ഏതാണ്ട് പൂർണ്ണമായി കീഴടങ്ങുക, അല്ലെങ്കിൽ അമേരിക്ക വരച്ചിടുന്ന വരയിലൂടെ മാത്രം സഞ്ചരിക്കുക, അമേരിക്ക പറയുന്നിടത്ത് ഒപ്പിട്ടുകൊണ്ട് ആണവ കരാറിൽ എത്തി നിൽക്കുക. ആ രീതിയിൽ തന്നെയാണ് നിഗമനങ്ങൾ ഉണ്ടായിരുന്നത്. ഇന്ന് അത് മാറിയിരിക്കുന്നു. അതാണ് ചേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു യുദ്ധ സമാനമായ സാഹചര്യത്തിൽ സറ്റൽ ചേഞ്ചുകൾ പോലും കൃത്യമായി നമ്മൾ വിശകലനം ചെയ്തെങ്കിൽ മാത്രമേ യുദ്ധത്തിന്റെ ഗതിവിധികൾ എങ്ങോട്ട് നീങ്ങും. ഇപ്പൊ ലോക വ്യവസ്ഥ തന്നെ ഇതുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ലോകത്തിന്റെ മുഴുവൻ കണ്ണുകൾ ആ ഒരു പ്രദേശത്തേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഭൗമരാഷ്ട്രീയത്തിൽ വരുന്ന മാറ്റമാണ് കാട്ടുന്നത്. കാരണം റഷ്യക്ക് നമുക്കറിയാം ആവശ്യത്തിലധികം പ്രശ്നങ്ങൾ ഇന്റേണലി റഷ്യ അനുഭവിക്കുന്നു. യുക്രൈൻ ഒരു യുദ്ധമുണ്ട്, മറ്റൊരു യുദ്ധത്തിലേക്ക് കൂടി റഷ്യയെ വലിച്ചിഴക്കാനാവില്ല, അതിനുള്ള ബലമില്ല റഷ്യക്ക്. പക്ഷെ ചൈനയുടെ കാര്യം അങ്ങനെയല്ല. ചൈന നാളിതുവരെ പൊതുവെ നിശബ്ദമായി നിന്നൊരു രാജ്യമാണ്. മറ്റ് രാജ്യങ്ങളുടെ അവിടെ ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുന്നത്, താങ്കൾ തന്നെ പറഞ്ഞു ഇതെല്ലാം വാഗ്വിലാസം എന്ന് പറയുമ്പോൾ ഈ പറയുന്നത് പോലെ വലിയ മുന്നറിയിപ്പാണ്. അതായത് അതിശക്തമായ പ്രത്യാഘാതം ഉണ്ടാകും എന്നാണ് റഷ്യയുടെ മുന്നറിയിപ്പ്. അങ്ങനെയുള്ള ഒരു ശേഷി താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു ടെൻഷൻ അവിടെ നിലനിൽക്കുകയാണല്ലോ യുക്രൈനുമായി. അതിനിടയിൽ ഇത്തരത്തിൽ പറയാൻ പറ്റുന്ന തരത്തിൽ ഈ യുക്രൈനുമായുള്ള സംഘർഷത്തിന്റെ തുടക്കം തന്നെ ഏതാണ്ട് ഒരാഴ്ച കൊണ്ടൊക്കെ യുക്രൈനെ തീർത്തു കളയുമെന്ന വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു ആ യുദ്ധം ആരംഭിച്ചത് എന്നത് നമുക്ക് ചേർത്ത് വെക്കേണ്ടതുണ്ടല്ലോ. ശ്രീ അഭിലാഷ്, ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പറയുന്നതൊന്നും രാജ്യങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 2-3 വർഷത്തെ ചരിത്രം നമുക്കറിയാമല്ലോ. റഷ്യ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഉക്രൈനെ ഫിനിഷ് ചെയ്യുമെന്ന് വിചാരിച്ചു. ഇസ്രയേൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഹമാസിന്റെ താവളങ്ങൾ മുഴുവൻ തീർത്ത് ഗാസയിൽ ഇസ്രയേൽ ആഗ്രഹിച്ച പോലെ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് വിചാരിച്ചു. എന്താണ് സംഭവിക്കുന്നത്? വർഷങ്ങൾ കഴിഞ്ഞിട്ടും വഞ്ചി തിരുനക്കര തന്നെയാണ്. ചെറിയ നേട്ടങ്ങൾ ഉണ്ടാക്കി എന്നത് ശരിയാണ്. ഹമാസിന്റെ കേപ്പബിലിറ്റി കുറച്ചുകൊണ്ട് വന്നു എന്നത് ശരിയാണ്. പക്ഷെ പൂർണ്ണമായ ഒരു സൈനിക വിജയം ആധുനിക കാലത്ത് ഉണ്ടാവില്ല എന്നത് സമീപകാലത്തെ ചരിത്രം സാക്ഷിയാണ്. അതുകൊണ്ടാണ് ഇറാനെ പോലെ വലിയൊരു രാജ്യം, അത് ആണവശക്തി അല്ലായിരിക്കാം, പക്ഷേ കൺവെൻഷണൽ മിലിറ്ററി പവർ തന്നെയാണ് ഇറാൻ. ഇറാഖ് നോക്കൂ, 2-3 ദശകങ്ങൾക്ക് മുമ്പ് ഇറാഖ് യുദ്ധത്തിന്റെ കാലം, കൃത്യമായി പറഞ്ഞാൽ 80-കൾ 1980 മുതൽ 88 വരെയുള്ള 8-9 വർഷ കാലഘട്ടത്തിൽ നടത്തിയ യുദ്ധത്തിൽ പോലും അമേരിക്കയുടെയും അറബി ലോകത്തിന്റെയും എല്ലാം പിന്തുണ അന്നത്തെ സദ്ദാം ഹുസൈന്റെ ഇറാഖിനായിരുന്നു എന്നോർക്കണം. അവരോട് മുട്ടം വെട്ടി ഇറാൻ നിന്നതാണ് 10 വർഷം. കാര്യമായ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു പോയതുമാണ്. അപ്പൊ ഇറാനെ ആ രീതിയിൽ ഒരു കരയുദ്ധത്തിലൂടെയോ ഒന്നും കീഴടക്കാനാവില്ല. വ്യോമ ആധിപത്യം ഇറാന്റെ മേൽ നടത്താമെന്നല്ലാതെ പൂർണ്ണമായി കൊമ്പ് കുത്തിക്കാനാവില്ല ഇന്നത്തെ നിലയിൽ. പക്ഷേ ആണവ നിലയങ്ങളിലേക്ക് ആക്രമണം വരികയും വികിരണം സംഭവിക്കുകയൊക്കെ ചെയ്താൽ ഒരുപക്ഷെ ഇറാനെ കീഴടങ്ങേണ്ട ഒരു അന്തരീക്ഷം വന്നേക്കാം. അതിൽ ഏതെങ്കിലും തരത്തിൽ അറ്റാക്ക് ചെയ്താൽ ഉണ്ടാകാൻ പോകുന്ന ഫലം എന്ത് എന്നതൊക്കെ ഇപ്പോഴും ആർക്കും അറിയാനും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഷിനാസാറിലേക്ക് വരുന്ന